കേരളീയ സംസ്കാരത്തിലെ ചില നായ്ക്കളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇതാ ഈ കിടക്കുന്ന നായയുടെ പേര് നിഷ ദീപാന്ത് എന്നാണ്. ഇവിടെ എല്ലാവരും വിളിക്കുന്നത് ആ പേരിലാണ്. നിഷ ദീപാന്ത് എന്ന പേരിലാണ് ഈ നായ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് കാണിച്ചാലും അത് അതേപോലെ തന്നെ കോപ്പി അടിച്ച് അതേപോലെ തന്നെ കാണിക്കും. ഇപ്പം വളരെ ശാന്തമായിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് 2000-3000 കിലോമീറ്റർ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് മണത്തറിയാനുള്ള കഴിവ് ഇതിനുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള കാര്യങ്ങളൊന്നും ഇതിനറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിപ്പോൾ എന്നെ അത് കണ്ടിട്ടില്ല. ഞാനൊരു കാവിയാണ് ഉടുത്തിരിക്കുന്നത്. എന്നെ കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. കാര്യം കാവി ഉടുത്തോണ്ട് ആര് പോയാലും വലിയ പ്രശ്നമാണ്. മാത്രമല്ല വല്ല ഗുജറാത്തിയോ അങ്ങ് ഉത്തർപ്രദേശുകാരനാണൊക്കെ ആ ഏരിയ കൂടെ പോകാൻ സമ്മതിക്കത്തില്ല. എന്നാൽ വല്ല പച്ചയോ ചുമലയോ ഒക്കെ എടുത്തവർക്ക് പ്രശ്നമില്ല. അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു നായയാണ്. ഇത് കുറച്ചും കൂടെ മാറി ഒരെണ്ണം കിടക്കുന്നത് കണ്ടോ. അതിനെ മിത്രം എന്തോ ആണ് ഇവിടെ വിളിക്കുന്നത്. ശ്രീമിത്രം എന്ന് അങ്ങനെ എന്തോ പേരിലാണ് പറയുന്നത്. അത് എപ്പോഴും ഇതിനെ ചുറ്റിപ്പറ്റി ആദ്യം കാണിച്ച ഈ നിഷ ദീപാന്ത് എന്ന ഈ കോപ്പിയടിക്കുന്ന നമ്മളെ മനുഷ്യരെ കോപ്പിയടിക്കുന്ന ഒരു നായയാണ്. അതിനെ ചുറ്റിപ്പറ്റി എപ്പോഴും കാണും മറ്റേ നായ. ഇനിയും ഉണ്ട് കേട്ടോ, വേറെ തരത്തിലുള്ള നായ്ക്കളുണ്ട്. നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇത് രായപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നായയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ തന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നായയാണ്. മാത്രമല്ല ഇതിനെ അഭിനയിക്കാനുള്ള ഒരു ചില കഴിവ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ഈ നായകളുടെ സൂപ്പർ സ്റ്റാർ എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല ഇവനൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്കും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വല്ല ദ്വീപിലോ അങ്ങ് വടക്കൊക്കെ നടക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവർ മണത്തറിയും. എന്നാൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയാൻ പറ്റത്തില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂട്ടുകാരൻ അങ്ങ് കഞ്ഞാറൻമൂടൻ എന്നുള്ള പറഞ്ഞ പ്രദേശത്തു നിന്ന് കൊണ്ടുവന്നതിനാൽ അതിനെ കഞ്ഞാറൻമൂടൻ എന്നാണ് ആ കൂട്ടുകാരനെ വിളിക്കുന്നത്. ഇവിടെ ഉണ്ട് കൂട്ടുകാരൻ. മിക്കവാറും ഇപ്പം തന്നെ കാണാൻ പറ്റുമായിരിക്കും നമുക്ക്. എടേ രായപ്പ, എവിടെ കഞ്ഞാറൻമൂടൻ? എവിടെ? കഞ്ഞാറൻമൂടൻ അവിടെ ഉണ്ടെന്നാണെന്ന് തോന്നുന്നത് കാണിക്കുന്നത്. ഇംഗ്ലീഷ് വന്നല്ലോ, വന്ന് ഇതാണ്ടേ കഞ്ഞാറൻമൂടനും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കൊള്ളാം കേട്ടോ.